ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഓഗസ്റ്റ് മാസം 17-ാം തീയതി. ഇന്നത്തെ ദിവസം ഒരുപാട് വേദന തോന്നുന്നതും എന്നാൽ ഒരുപാട് ആശ്വാസം ലഭിക്കുന്നതുമായൊരു വാർത്ത. ഞങ്ങളെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ബഹുമാനപ്പെട്ട തോമസ് റാമ്പിക്കലച്ചൻ സ്വർഗത്തിലേക്ക് യാത്രയായതിനെക്കുറിച്ചുള്ള അറിയിപ്പ് കിട്ടി. ഒരുപാട് നാളായി അച്ഛൻ കിടപ്പിലായിരുന്നു. ഒത്തിരി സ്നേഹത്തോടുകൂടി അച്ഛനെ ഓർക്കുകയാണ്. സെമിനാരി കാലഘട്ടത്തിൽ ഞങ്ങളുടെ റെക്ടറച്ചനായിരുന്നു വടവാതൂർ സെമിനാരിയിലെ. എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു അച്ഛനെ. പക്ഷേ ഞാനെന്നും മനസ്സിലാക്കിയിട്ടുള്ളത് ഒരുപാട് സ്നേഹം ഉള്ളിൽ വെച്ച് നടക്കുന്ന ഒരു റെക്ടറച്ചനെയാണ്. ഒറ്റ പ്രാവശ്യം നമ്മുടെ പേര് ഒന്ന് വിളിച്ചാൽ, വീട്ടുപേരല്ല വിളിക്കുക സാധാരണ, എല്ലാ അച്ഛന്മാരും വീട്ടുപേര് വിളിക്കും. പക്ഷേ തോമസ് അച്ഛൻ മാത്രം പേരാണ് വിളിക്കുന്നത്. ഷിബു എന്ന് എന്നെ വിളിക്കുന്ന അച്ഛന്മാരധികമൊന്നുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട അച്ഛനാണ് തോമസ് അച്ഛൻ. അച്ഛൻ എനിക്ക് ഏറെ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണമുണ്ട്. അതെൻ്റെ ഡീക്കം പട്ടം സ്വീകരിക്കുന്ന തൊട്ട് മുമ്പ് എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസാണ് അച്ഛനിൽ നിന്നും. ഡീക്കം പട്ടം തരുന്നതിന് മുമ്പ് എല്ലാവരെയും റെക്ടറച്ചൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് വിളിക്കും. അന്ന് ആ ഇൻ്റർവ്യൂവിന് ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുമ്പോൾ ആദ്യം ഇൻ്റർവ്യൂവിന് കയറിയവരോട് എന്തൊക്കെ ചോദിച്ചെന്ന് ആകാംക്ഷയോടെ ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നത് മുഴുവനും നിങ്ങളുടെ വീട്ടിൽ നിന്ന് അച്ഛന്മാർ എത്ര പേരുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് സിസ്റ്റേഴ്സ് എത്ര പേരുണ്ട്, നിങ്ങൾക്ക് എന്തോരം സമ്പത്തുണ്ട്, നിങ്ങളുടെ അപ്പൻ കൈക്കാരനായിട്ടുണ്ടോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി. 2-3 പേര് കയറി ഇറങ്ങിയപ്പോഴും അവരോടൊക്കെ ചോദിച്ചത് ഇതേ ചോദ്യങ്ങൾ തന്നെയാണ്. അവരൊക്കെ വീട്ടിൽ അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, അവരപ്പന്മാർ കൈക്കാരന്മാരായിട്ടുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ സിസ്റ്റേഴ്സ് ഇല്ല, അച്ഛന്മാരില്ല, എൻ്റെ അപ്പം കൈക്കാരനായിട്ടില്ല. അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി, എന്നെ ഡീക്കം പട്ടം തന്ന് എന്നെ പൗരോഹിത്യത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ സാധ്യതയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പേടിച്ച് എൻ്റെ ഊഴമായി. ഞാൻ അകത്തേക്ക് കയറി. റെക്ടറച്ചൻ എന്നോട് പറഞ്ഞു ഇരിക്കടോ എന്ന് പറഞ്ഞു. ഞാനവിടെ ഇങ്ങനെ പേടിച്ചിങ്ങനെ ഇരുന്നു. പതിവായുള്ള ചോദ്യം വന്നു, തൻ്റെ വീട്ടിൽ നിന്ന് എത്ര അച്ഛന്മാരുണ്ടോ? ഞാൻ പറഞ്ഞു ആരുമില്ല അച്ഛോ. തൻ്റെ വീട്ടിൽ നിന്ന് എത്ര സിസ്റ്റേഴ്സ് ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു ആരുമില്ല അച്ഛോ. തൻ്റെ അപ്പൻ കൈക്കാരനായിട്ടുണ്ടോ? ഇല്ലച്ചോ. പിന്നെ എന്താണ് തനിക്ക് ഗുണമുള്ളത്? അപ്പം എനിക്ക് മനസ്സിലായി എന്നെ പ്രൊമോട്ട് ചെയ്യില്ലെന്ന്. അപ്പം എന്തായാലും കയ്യിൽ നിന്ന് പോയല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അച്ഛനോട് തല കുനിച്ച് ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ടൊരു കാര്യം പറഞ്ഞു, അച്ഛൻ ഈ ചോദിച്ച ഗുണങ്ങളൊന്നും എനിക്കില്ല, പക്ഷേ എനിക്കറിയാവുന്ന 1-2 കാര്യങ്ങളുണ്ട്. അപ്പം ഞാനിങ്ങനെ ധൈര്യം സംഭരിച്ചു, എന്തായാലും എന്നെ വിടും, അപ്പോൾ ധൈര്യമായിട്ട് പറയാം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഒരു വീട്ടിലൊരപ്പം മദ്യപാനിയായ മക്കൾക്കുണ്ടാകുന്ന വിഷമം എന്താണെന്ന് ശരിക്കും എനിക്കറിയാം. പ്രായമായ പെൺകുട്ടികൾ വീട്ടിൽ നിൽക്കുകയും കെട്ടിക്കാൻ പൈസ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാം ഉണ്ടായിട്ടും പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ അതും എനിക്ക് നന്നായിട്ട് അറിയാച്ചോ. ഇത്രയൊക്കെ എനിക്ക് അറിയുള്ളൂ. അപ്പം ഞാനിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ എന്നെ വന്ന് ചീത്ത പറയുന്നത് ഇങ്ങനെ പുറത്ത് ഇറങ്ങി എന്ന് പറയുന്നത് ഇങ്ങനെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ തോമസ് അച്ഛനുണ്ടല്ലോ, അച്ഛന് ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ തല കുനിച്ചിങ്ങനെ ഇരിക്കുക. അച്ഛൻ എൻ്റെ അടുത്ത് വന്നു, കസേരയുടെ പുറകെ കൂടെ വന്നു, എന്നെ ഇങ്ങനെ പുറകിൽ നിന്നിങ്ങനെ വട്ടം ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്നെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇതാണ് പൗരോഹിത്യത്തിന് വേണ്ട ഏറ്റവും വലിയ ഗുണമുള്ളൂ. ഷിബു, നീ നല്ല അച്ഛനാവും. ഇന്നും ആ ശബ്ദം എൻ്റെ കാതുകളിൽ ഇങ്ങനെ മുഴങ്ങി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് സ്നേഹിക്കുന്ന ഒരച്ഛൻ, ഒരുപാട് ഹൃദയത്തിൽ ഓർമ്മകൾ കൊണ്ടു നടക്കുന്നൊരച്ഛൻ, നമ്മളൊരിക്കലും മറക്കാത്തൊരച്ഛൻ. വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ കാണുമ്പോഴും എന്നെ വിളിക്കുമ്പോൾ ഓടി ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഷിബു, ഭൂകമ്പത്തിൻ്റെ കാര്യമൊക്കെ മറന്നു വന്നു. സെമിനാരിൽ പഠിക്കുമ്പോൾ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. അന്ന് എല്ലാവരും കുർബാനയ്ക്കിടയ്ക്കായിരുന്നു, എല്ലാവരും ഓടി. പക്ഷേ ഞാനിങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ കണ്ണടച്ച് പാടിക്കൊണ്ട് എനിക്ക് എന്താ സംഭവിച്ചതെന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ പാട്ടിൽ ലയിച്ച് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഞാൻ ഓടിയില്ല. എന്തായാലും എല്ലാവരും ഓടിക്കഴിഞ്ഞു. അന്ന് ഓടാത്തൊരച്ഛനുണ്ടായിരുന്നു, കുർബാന ചൊല്ലിയ അച്ഛൻ, ജോസഫ് നടുവിലെഴുത്തച്ഛനായിരുന്നു അന്ന്. അച്ഛനിങ്ങനെ ഞാനിങ്ങനെ മൈക്കയിൽ തട്ടി നോക്കിയപ്പോൾ മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല. ഞാൻ തട്ടുന്ന ശബ്ദം കേട്ടിട്ട് ആ അച്ഛൻ തലയുയർത്തി എന്നെ നോക്കി. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കണുണ്ടപ്പോൾ അച്ഛൻ എന്നോട് കൈകൊണ്ട് കാണിച്ചു, ഇങ്ങനെ പാടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കാഴ്ചമർപ്പണത്തിൻ്റെ സമയമായിരുന്നു. ഞാൻ ആ പാട്ട് പാടി, മിശിഹാ കർത്താവിൻ തിരുമൈ നിണയുമിത. അങ്ങനെ എല്ലാവരും തിരികെ വന്നു. അപ്പോൾ ഈ ജോസഫ് അച്ഛൻ പറഞ്ഞിട്ട് ഈ ഒരു അനുഭവം തോമസ് അച്ഛനെ അറിയാമായിരുന്നു. എന്നും അത് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. എൻ്റെ പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു, എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഇന്ന് പ്രിയപ്പെട്ട ഗുരുനാഥൻ വിട പറയുമ്പോൾ
എനിക്ക് ഒറ്റ കാര്യമാണ് ഈ മെസ്സേജിലൂടെ പറയാനുള്ളൂ. അച്ഛൻ സ്വർഗത്തിലായിരിക്കും, കർത്താവിൻ്റെ മടിത്തട്ടിലായിരിക്കും. അത്രയ്ക്കും നല്ല ഹൃദയം ഉണ്ടായിരുന്നു അച്ഛന്, അത്രയ്ക്കും വിശുദ്ധി ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ ആത്മാവിനോട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഒരുപാട് വൈദിക വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകിയ, കൈപിടിച്ച് പൗരോഹിത്യത്തിലേക്ക് നടന്നെടുക്കാൻ സഹായിച്ച അച്ഛനാണ്. അച്ഛനെ കർത്താവ് അനുഗ്രഹിക്കാൻ നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാം. താങ്ക് യു.